അങ്ങനെ ഒരു മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോവുകയാണ് കോയമ്പത്തൂർ. എനിക്ക് നൈറ്റ് 8:30 ഒക്കെ ആയിരുന്നു ട്രെയിന്. സോ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് ഞാൻ അവിടെ നമ്മൾ 1 അവറിന് മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അങ്ങനെ ഞാൻ ട്രെയിൻ കയറി. പിന്നെ ഒരു 7 to 8 hours വരും പാലക്കാട് ജംഗ്ഷനിലെത്താൻ. അങ്ങനെ 8 hours കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാട് ജംഗ്ഷനിലെത്തി. എന്നിട്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് AC റൂം, വെയിറ്റിംഗ് റൂമിലാണ്. പെയ്ഡാണ്. നമ്മൾ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത് അതിൻ്റെ എമൗണ്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ കൊടുക്കണം. അത് കഴിഞ്ഞ് എനിക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ഇട്ടുമടയിലേക്കുള്ള ട്രെയിൻ കിട്ടുള്ളൂ. സോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രെയിനിൽ കയറി. ഇതാണ് നമ്മുടെ അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച. മൊത്തം ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അപ്പം ഞാനങ്ങനെ കോളേജിൽ എത്തി, അമൃതയിലെത്തി. മൊത്തം ഇങ്ങനെ മൂടി നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പുമുണ്ട്, നൈറ്റൊക്കെ നല്ല തണുപ്പുമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തി, അതിഥി ഭവനം. പിന്നെ ഇതായിരുന്നു എൻ്റെ പുതിയ റൂമാണ് അവർ അലോട്ട് ചെയ്ത് തന്നത്. നമ്മൾ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ന്യൂ റൂം നമുക്ക് മുകളിലായിട്ട് നമുക്ക് പുതിയ റൂം തരും. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം ചവറും മൊത്തം ഭയങ്കര വൃത്തികേടായിട്ടായിരുന്നു കിടന്നത്. അപ്പം ഞാൻ വന്നിട്ട് പിന്നെ കുറേ വൃത്തിയാക്കേണ്ടി വന്നു, കുറേ അടിച്ച് വരേണ്ടി വന്നു ഒന്ന് സെറ്റിലാവാൻ.